അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, അള്ളാഹുവിൻ്റെ സൂഫിയാക്കളെ, മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അനവധി ഗുണങ്ങൾ ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അഇമ്മത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുന്നത് മുഖാന്തരം വലിയ പുണ്യങ്ങൾ സമ്പാദിക്കാൻ കഴിയുമെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടവർക്കല്ലാതെ അത് നിഷേധിക്കാൻ കഴിയുകയില്ല എന്നും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫ 3:201 പറയുന്നതായിട്ട് കാണാം. ഭാഗ്യമില്ലാത്ത നിർഭാഗ്യവാന്മാർ, അതുപോലെ മോശപ്പെട്ട ജീവിതം നയിക്കുന്നവർ, വിജയം കൈവരിക്കാത്ത ജനങ്ങൾ മാത്രമേ അത് നിഷേധിക്കുകയുള്ളൂ, വിഡ്ഢികൾ മാത്രമേ നിഷേധിക്കുകയുള്ളൂ ഒക്കെ മഹാന്മാർ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാന്മാരുടെ പദവികൾക്കനുസരിച്ച് അവരെ സിയാറത്ത് ചെയ്യുന്നവർക്ക് ഗുണങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇഹിയയിലും പറയുന്നുണ്ട്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരിലൂടെ വലിയ ആത്മീയ കിരണങ്ങൾ, വലിയ വിജയത്തിന്, അവരുടെ വലിയ ആത്മീയ വിജയം നമ്മുടെ വലിയ ആത്മീയ വിജയത്തിന് കാരണമാകുമെന്നും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. സിയാറത്ത് എന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഇരുലോക വിജയത്തിന് കാരണമാണ്. നമ്മുടെ അയിമ്മത്തായ മുഴുവൻ മഹാന്മാരും അതിന് മാതൃക കാണിച്ചവരാണ്. മഹാനായ ഇന്ത്യയുടെ സുൽത്താൻ നമുക്കറിയാം, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു 20 വർഷക്കാലത്തെ, അല്ലെങ്കിൽ വക്കീല ഒരു അഭിപ്രായപ്രകാരം 40 വർഷക്കാലത്തെ ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെ സഹവസിച്ചതിന് ശേഷം, അവിടുത്തെ പൂർണ്ണ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ ഹയാത്തുള്ളവരും വഫാത്തുള്ളവരുമായ നിരവധി മഹാന്മാരെ സന്ദർശിച്ച് പൊരുത്തം വാങ്ങിയതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി അവിടുന്ന് പുറപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം. അവിടുത്തെ മൗലിദ് കിതാബ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ മൗലിദ് കിതാബിൽ ഈ സംഭവം കാണാം. അപ്പം നിരവധി എല്ലാ നമ്മുടെ മുൻഗാമികളായ വലിയ വലിയ വിജയം കൈവരിച്ച അയിമ്മത്തും ഇമാമിങ്ങളും മഹാന്മാരും എല്ലാവരും അവരുടെ മുൻഗാമികളും അവരുടെ സമകാലികരുമായ മഹാന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവരുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഖബറുകൾ, മഖ്ബറകൾ, മഖാമുകൾ സിയാറത്ത് ചെയ്ത് മാതൃക കാണിച്ചതുമാണ്. ആ ഒരു മാതൃകയാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ഇന്നും കേരളത്തിലും ലോകമെമ്പാടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിഷേധിക്കുന്ന ബിദ്അഈ പ്രസ്ഥാനക്കുറെക്കുറിച്ച്